അസ്സലാമലൈക്കും. ഇന്ന് അത്താഴത്തിന് വേണ്ടിയിട്ട് കുറച്ച് പണികളുണ്ട്. മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദോശ ഇടണം. ഉച്ചക്ക് ഇന്നലെയും പത്തിരി മിനിയാന്നും പത്തിരി ഇടുന്നു. അപ്പം ഇന്നിപ്പോൾ അത്താഴത്തിന് പത്തിരി വേണ്ട, ദോശ മതിയാണ്. അപ്പം ദോശ ഇടണം. മീൻ പൊരി കൊണ്ടിരിക്കുന്നുണ്ട്, ദോശ ഇവിടെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത്താഴത്തിന് എനിക്കണ്ടേ മിനിയോ മിനിയോ എനിക്ക് മിനിയോ എനിക്ക് നിങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇനി ഇച്ചാനെ വിളിക്കാം. ഇച്ചാനെ വിളിച്ചിട്ടാണ് കേട്ടോ. കഴിഞ്ഞോ നീട്ടുന്നില്ല? ദോശ ഞാൻ കുറച്ച് പത്തിരി ഇട്ടിട്ടുണ്ട്, ചോറിട്ടുണ്ട്. രണ്ടാളും ചോറുണ്ടാണ്. ചേരിങ്ങാക്കറി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇനി നിസ്കരിക്കണം. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് നേരത്താണ് ഇന്ന് നമ്മൾ പണികൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. ഇന്ന് നൂൽപുട്ട് ഉണ്ടാക്കണം. നേരത്തെ വന്ന് അപ്പോൾ ഇന്ന് നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉമ്മി കുറുമക്കറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ പൊരിക്കടി ഇന്നൊരു റോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ശരിയാവുമെന്നൊന്നും അറിയില്ല. ആ റോള് ഉണ്ടാക്കി നോക്കാം. ഞാൻ കാണിച്ചുതരാം, ഇൻഗ്രീഡിയൻസ് കാണിച്ചുതരാം. ക്യാരറ്റ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം കട്ട് ചെയ്ത്, സവോള കട്ട് ചെയ്തിട്ടുണ്ട്, പച്ചമുളക് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഐറ്റംസാണ് നമുക്കിന്ന് വേണ്ടത്. അതാണ് നമ്മൾ ഇന്ന് ഇൻഗ്രീഡിയൻസ്. പിന്നെ നമുക്കുള്ളത് മൈദ കൊണ്ട് ചെറുതായിട്ടൊരു ദോശ, നൈസായിട്ടുള്ള ദോശ ഇടണം. എന്നിട്ടാണ് റോളാക്കാൻ. അപ്പോൾ നമുക്ക് അത് ചെയ്ത് നോക്കാം. ഒരു 4 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കണം കേട്ടോ. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ആവശ്യമുള്ളത് കേട്ടോ. ഇതിൽ ഞാൻ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണേ. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ടാണ് ഇപ്പം ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു സംഭവമായിട്ടുണ്ട്. പക്ഷെ ഞാനിതെല്ലാം ഉണ്ടാക്കാൻ നിന്നത് ഇതല്ല. ഞാൻ വേറെ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് റോളാക്കാമെന്ന് വിചാരിച്ച്. പക്ഷെ എനിക്ക് ദോശ ചൂടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചട്ടി ഇങ്ങോട്ട് ശരിയാവണില്ല, ചട്ടീനത് കിട്ടില്ല. അപ്പം ഞാൻ നേരെ ഇങ്ങനെ ആക്കി. ഇതിൽ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട്ലേറ്റ് പോലെ ആക്കിയിരുന്നു. പക്ഷെ ഞാനിതിൽ ഉരുളക്കിഴങ്ങ് കുറച്ചിട്ടുള്ളൂ. അതങ്ങനെ പിടിക്കാൻ പറ്റില്ല കട്ട്ലേറ്റ്. അപ്പോൾ ഞാൻ ഈ ബ്രെഡ് ക്രംസിൽ ഇങ്ങനെ ആട്ടിയിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. എഗ് വൈറ്റിൽ മുക്കിയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് പൊച്ചെടുക്കാം. പക്ഷെ ഇതിൻ്റെ ഉള്ളിലത്തെ ടേസ്റ്റ് വേറെ ആയിരിക്കും. അത് നമുക്ക് തിന്നുമ്പോൾ റിവ്യൂ വയ്ക്കാം. അതാ ആയിട്ടോ എടുത്തോ. ഇനി നമുക്ക് നൂൽപൂട്ടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ പൊരിക്കടിയുടെ പണിയൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടേ. പൈനാപ്പിൾ കട്ട് ചെയ്യേണ്ട ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നാരങ്ങ പിഴിഞ്ഞോണ്ടിരിക്കുന്നു കേട്ടോ. നാരങ്ങ വെട്ടി അപ്പം നോമ്പ് തുറക്കാനുള്ള സാധനങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ അച്ഛൻ അങ്ങനെ കൊണ്ടുവന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉപ്പിട്ടത് കേട്ടോ. ഉപ്പിട്ട നാരങ്ങ. ഉപ്പ്
ഉപ്പിട്ടത് ഉപ്പിടാത്തത് ഇത് 2 പാത്രത്തിൽ വെക്കണം. അവിടെ ഇവിടെ ഒക്കെ ഇരിക്കുമ്പോ ഇതെന്താ പൊരിക്കടിയാ ഇത് തിന്നിട്ട് എന്താണെന്ന് പറയണം. പേരൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് നീതി പുലർത്താൻ പറ്റിയില്ലല്ലോ വെച്ചിട്ട് തിന്നിട്ട് എന്താന്ന് പറയാൻ. നീ ജ്യൂസ് വെള്ളം എടുക്കട്ടെ. സമയമായി ഏകദേശം ആയി തുടങ്ങി. ആയി തുടങ്ങിട്ടാ. വെള്ളം റെഡി. ജ്യൂസ് റെഡി. പൈനാപ്പിൾ ജ്യൂസ്, നാരങ്ങ വെള്ളം, നാരങ്ങ ഉപ്പിലിട്ടത്, അല്ല ഉപ്പിട്ട നാരങ്ങ വെള്ളം, കട്ട് ഫ്രൂട്ട്സ്, ഈത്തപ്പഴം, റോള്. ബാങ്ക് ഉൾപ്പെടെ ഫുള്ള് പണികളും തീർത്തേക്കാട്ടോ. നമ്മ ഈത്തപ്പഴം കയ്യിലൊക്കെ പിടിച്ച് ദുആ ചെയ്യണം. എന്തിനാ ഓരോ മതങ്ങൾ ഉണ്ടാക്കാണ് ഇവിടെ. അങ്ങനെ സംഭവമില്ല. ഈത്തപ്പഴം കൈ വെച്ചിട്ടാണല്ല നോമ്പ് തുറക്കാൻ സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് ഭക്ഷണത്തിന്റെ മുന്നിൽ ദുആ ചെയ്യണം. അവർക്ക് അല്ല മനസ്സിൽ ചെയ്താൽ എല്ലാവരും അമൃത്തോണ്ട് അമൃതം എല്ലാവരും അമൃതം ദോർക്കിച്ചിന അച്ഛനെ പറഞ്ഞാണ് വിട്ടിട്ട മനസ്സിൽ ദുആ ചെയ്തല്ലേ അവരുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറാൻ. ഈത്തപ്പഴൊക്കെ എടുത്ത് എല്ലാരും ജിം 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 വെയിറ്റിങ്ങിലാട്ടോ. ഈത്തപ്പഴം അതെന്താ ബാങ്ക് നല്ല ഈത്തപ്പഴ കുട്ടി മേടിച്ചത് ബാങ്ക് കൊടുത്തിട്ടില്ല. കൊടുത്ത് വേണ്ട വേണോ? മതി. പൈനാപ്പിൾ ജ്യൂസ് വേണോ? വേണ്ടേ? വേണോ? ജ്യൂസ് വേണ്ടേ? ഗ്ലാസ് ഞാൻ ഉണ്ടാക്കാണ്ട് പറയല്ല. എനിക്ക് നല്ല ഇഷ്ടം. പറയിച്ചാ എങ്ങനെയുണ്ടെന്നാറാ? നല്ല ഓയിലുണ്ട്. അടുത്തത് ഓയിൽ പിടിച്ചേ കുറുമക്കറി കളി കണ്ടിന്ന് കാണുന്നുണ്ട്. ഇട്ട് കഴിച്ചാ പിച്ചവിടെ ഭയങ്കര ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണല്ലേ അല്ലേച്ചാ? പറയ് ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വന്നു. നിച്ചാടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെന്താ വെച്ചാ പറ. ഇനി ഉറങ്ങണം. പിന്നെ രാവിലെ എണീക്കണം. നമ്മൾ സബ്സ്ക്രൈബേഴ്സിനോട് കുറച്ച് കാര്യങ്ങൾ പറയും. ഇച്ച പറ. കുറച്ച് തിരക്കിലാണ്. മനസ്സിലായിക്കോളും. എന്താണ് ഇച്ച പറ. ഞാൻ വീഡിയോ എടുക്കണതിനെ കുറിച്ച് പറ. വീഡിയോ എടുക്കുന്നത് ഇപ്പം നോമ്പായിട്ട് കുറച്ച് കഷ്ടപ്പാടല്ലേ. അതെ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇനി മുതൽ നമ്മൾ നോമ്പിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ
എടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒപ്പം ഇരിക്കുക. അപ്പൊ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ. നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.